Good morning. Okay, let's start. So, yeah, that's all for today's class. Let's continue tomorrow. സാറതാ പോണു, നോക്കിയിരിക്കാണ്ട് ചെന്ന് പറ. എക്സ്ക്യൂസ് മീ സർ. എന്താ ആലിയ, എനി ഡൗട്ട്സ്? അല്ല സർ, എനിക്കൊരു ആലിയ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഒരു അത്യാവശ്യ കാര്യം പറയാണ്ട്, ഒന്ന് വന്നേ. ഇപ്പൊ പറ്റില്ല, ഞാൻ സാറിനോട് സംസാരിക്കല്ലേ. അല്ല, ഒരു അത്യാവശ്യ കാര്യാ. ഇറ്റ്സ് ഓക്കെ ആലിയ, നീ ഇപ്പൊ ചെല്ല്, എന്തെങ്കിലും നാളെ ക്ലിയർ ചെയ്യാം. ഇന്നിനി സാറിനോട് സംസാരിക്കാൻ പറ്റില്ല. എന്താ നിന്റെ അത്യാവശ്യ കാര്യം? അത് പിന്നെ അത് ഏപ്രിൽ ഫോൾ. ആഗസ്റ്റിലോ? എങ്ങനെയൊന്നും വലിയ ആലിയ, അവനത് വെറുതെ ഫണ്ണിന് ചെയ്തതാ. ജസ്റ്റ് ലീവ് ഇറ്റ്. നീ വാടാ. ഇവിടെ ഇപ്പൊ നടന്നതൊക്കെ സത്യാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊറേ നേരമായല്ലോ, ഇങ്ങനെ ഇരിക്കാതെ അവർ ഒന്നിപ്പിക്കാനുള്ള വഴി വല്ലതും പറ. അതാ ഇപ്പൊ ഞങ്ങളും ആലോചിക്കുന്നത്. സുഫിയുടെ അവസ്ഥ കാണുമ്പോഴാ. എന്തവസ്ഥ? അവനായിട്ട് വരുത്തി വെച്ചല്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി കുറച്ച് അനുഭവിക്കട്ടെ. കുറച്ചോ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ, ഇനിയും അവനെ വേദനിപ്പിക്കണോ? എനിക്ക് ആ റിസൂനൊന്ന് കാണണം. അവൻ എന്റെ പെങ്ങളെ ഇത്രയും കാലം ചതിക്കുമായിരുന്നു. നീ സമാധാനപ്പെടടാ, എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും. ഇപ്പൊ ബ്രേക്ക് അല്ലേ, ഞാനിപ്പോ വരാം. ആദ്യത്തെ 2 പീരീഡിന് എന്ത് ബോറാണ്. എപ്പ കഴിയുന്നു നോക്കിയിരിക്കായിരുന്നു. ഇതൊന്നൊന്നുമല്ല മക്കളെ, ഇനി വരാൻ കെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് ശരിയാക്കാം. നീയൊക്കെ കൂടി കോളേജ് തലതിരിച്ച് വെക്കുവോ? അത് ചോദിക്കണോ? ഇതുങ്ങൾ ഈ കോളേജ് കുളം തോണ്ടിയിട്ടേ പോവൂ. ദേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല പേരുണ്ട്. നീയൊക്കെ കൂടി അത് കൊണ്ട് കളയരുത്. ആലോചിക്കാം, അല്ലേടാ? അതെ അതെ. ദേ, ഇവനെ മാത്രം എനിക്ക് തീരെ വിശ്വാസമല്ല. ഇവൻ ഈ കോളേജ് മുടിപ്പിച്ചിട്ടേ പോകുന്ന ഉറപ്പാ. നീ ഒന്ന് വന്നേ. ഞാനോ? എന്തിന്? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, നിന്നോട് വരാനാ പറഞ്ഞേ. അതാണ് തീരെ ജനസില്ല. എന്റെ അമ്മേ, എന്ത് നോട്ടായിരുന്നത്! ഞാൻ ഇപ്പൊ ഭസ്മായി പോയിരുന്നു. എന്താ തനിക്ക് പറയാനുള്ളത്? എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? റിച്ചു, എനിക്കിഷ്ടല്ല നീ അവനോട് മിണ്ടുന്നത്. ഓ, അതിന് തന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് മിണ്ടുന്നത്. പിന്നെ താൻ എന്നെ അവിടുന്ന് വിളിച്ചപ്പോ തന്നെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ വന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം, നീ അങ്ങനെ പേടിക്കുന്ന ആളില്ലാന്ന്. അറിയാലോ. അപ്പൊ ഇനി ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമല്ല. റിച്ചു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നീ എന്നേക്കാൾ കൂടുതൽ പ്രയോറിറ്റീസ് വേറൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. I just can't handle it. ഇതിപ്പോ ഞങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. സാറ് തന്നെ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അതെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് മിണ്ടും. അതിപ്പോ ഞാൻ ആരോട് മിണ്ടിയാലും തനിക്കെന്താ? എനിക്കെന്താണോ? എനിക്കുണ്ട്. ഓർമ്മ വെച്ച കാലം മുതലേ ഈ അയാൾ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാ. എനിക്കറിയാം, നമ്മൾ ഈ നിമിഷം വരെ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. പകരം പരസ്പരം വഴക്കിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ പണ്ട് മുതലേ ഓരോ തവണ നിന്നോട് വഴക്കിടുമ്പോഴും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടിയതല്ലാതെ ഒരു തിരി പോലും കുറഞ്ഞിട്ടില്ല. ഇത്ര കാലമായിട്ടും എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിനിയൊന്നും പറയാനില്ല. ഡി കോഴിക്കുഞ്ഞെ, അങ്ങനെ ഞാൻ പറയുന്നു നീ കരുതണ്ട. അങ്ങനെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും നിനക്ക് എങ്ങനെ എന്റെ സ്നേഹം മനസ്സിലാവുക?
എന്നോടൊരിക്കൽ ബാക്കി എല്ലാവരോടും സംസാരിക്കാനേ നിനക്ക് നേരമുള്ളൂല്ലോ. അത് കൊള്ളാം. ഇപ്പൊ കുറ്റം മൊത്തം എനിക്കാ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ അത് തുറന്നു പറയണം, അല്ലാതെ ഊഹിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നാ ഞാനിപ്പൊ പറയാം. എടി കൊഴുക്കുഞ്ഞെ, ഐ ലവ് യു. ഐ ലവ് യു ടു. എടി, അവര് പോയിട്ട് കുറെ നേരമായല്ലോ, കാണാനില്ലല്ലോ. ശരിയാ, നിങ്ങൾ വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ മോളെ ഐഷു, സാറാക്ക് തീരെ വയ്യ. ഇവിടെയാണെങ്കിൽ ആരുമില്ല. വേറെ ആരുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. സാറാത്താക്ക് എന്ത് പറ്റി? എനിക്കറിയില്ല. അവള് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഓക്കെ, ടെൻഷൻ ആവണ്ട, ഞങ്ങള് പെട്ടെന്ന് വരാം. എന്താ ഇഷ്യൂ? എന്താ പറ്റി? അതൊക്കെ പറയാ. നിങ്ങൾ പെട്ടെന്ന് റിച്ചുവിനെ വിളിക്ക്, നമുക്ക് പെട്ടെന്ന് പോണം. ഡിനി ടെൻഷൻ ആക്കാണ്ട് കാര്യം പറ. എന്താ? റിച്ചു വന്നല്ലോ. എന്താ? അതൊക്കെ പോണ വഴി പറയാം. ഇപ്പൊ നിങ്ങൾ വാ, നമുക്ക് പെട്ടെന്ന് പോണം. ഉമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ, എന്റെ മോള്, അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഹേയ്, പേടിക്കണ്ട, ഷീസ് ഫൈൻ നൗ. ഡോക്ടർ, സാറാത്താക്ക് എന്താ പറ്റിയേ? സാറാടെ ഹസ്ബൻഡ് വന്നില്ലേ? ഇക്ക ഒരു ജോലിയുടെ ആവശ്യത്തിന് പോയേക്ക്. എന്താ ഡോക്ടർ? ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ്. ഷീ ഈസ് ക്യാരിയിങ്.